Open your textbook and page number 62. Okay, 62. The animal world, അല്ലേ? അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. The animal world. Okay. എന്താണ്? മൃഗങ്ങളുടെ ലോകമാണ് അല്ലേ? മൃഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. Okay. Wild animals live in the jungle. അല്ലേ? കുറേ ആനിമൽസിന്റെ പിക്ചേഴ്സ് അവിടെ തന്നിട്ടുണ്ട്. അതൊക്കെ എന്താണ്? വൈൽഡ് ആനിമൽസ് ആണ് അല്ലേ? വൈൽഡ് ആനിമൽ എന്ന് വെച്ചാൽ എന്താണ്? വൈൽഡ് ആനിമൽസ് ലിവ് ഇൻ ദ ജംഗിൾ. കാട്ടില് ഉണ്ടാവുന്ന മൃഗങ്ങളാണ് അല്ലേ? അതിനെയാണ് വൈൽഡ് ആനിമൽസ് എന്ന് പറയാ. വൈൽഡ് ആനിമൽസ് എന്താണ്? നമ്മുടെ കാട്ടില് ഉണ്ടാകുന്ന കുറേ മൃഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഇതിനൊക്കെ എന്താണ്? നമ്മൾ വീട്ടിൽ വളർത്താറുണ്ടോ? ഈ ആനിമൽസിനൊക്കെ നമ്മൾ വീട്ടിൽ വളർത്താറുണ്ടോ? ഇതൊക്കെ എന്താണ്? കാട്ടിൽ ഉണ്ടാവുന്നതാണ് അല്ലേ? അതുകൊണ്ടാണ് അതിനെ വൈൽഡ് ആനിമൽസ് എന്ന് പറയുന്നത്. അപ്പോ കാട്ടിൽ ഉണ്ടാകുന്ന ജംഗിളിൽ ഉണ്ടാകുന്ന ആനിമൽസിനെ എന്താണ് പറയാ? Wild animals. Animals lives in jungle is called wild animals. Okay. കാട്ടിൽ ഉണ്ടാകുന്ന മൃഗങ്ങളെയാണ് നമ്മൾ വൈൽഡ് ആനിമൽസ് എന്ന് പറയാ. ഓക്കെ. അവിടെ കുറേ ആനിമൽസിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് പിക്ചർ എന്താണത്? ഇത് എന്ത് ആനിമൽ ആണ് ക്രിസ്റ്റി? ക്രിസ്റ്റി ജോസഫ്. ക്രിസ്റ്റി ജോസഫ് കേൾക്കാൻ പറ്റുന്നില്ലേ മോനെ? ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ ക്രിസ്റ്റി? ഓക്കെ. ആ ഫസ്റ്റ് ആനിമൽ ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ? കിട്ടിയിട്ടില്ല? ഓക്കെ. അപ്പോ കാശിനാഥിന്റെ അടുത്ത് ടെക്സ്റ്റ് ഇല്ലേ മോനെ? ഓക്കെ. ആ ഫസ്റ്റ് ആനിമലിന്റെ പേരൊന്ന് വായിച്ചേ കാശിനാഥ്. Okay, bear. That is bear അല്ലേ? First picture is bear അല്ലേ? അതെന്താണ്? ഒരു bear ആണ് അല്ലേ? അതെന്താണ്? എന്താണത്? എന്താണത് ഈശാൻ? ഓക്കെ. ഓക്കെ. അതൊരു bear ആണ് അല്ലേ? അതൊരു കരടിയാണ് അല്ലേ? ഓക്കെ. കാട്ടില് ഉണ്ടാകുന്ന ഒരു കരടിയാണത് അല്ലേ? അതിനെ നമ്മൾ വീട്ടിൽ വളർത്താറുണ്ടോ? ഇല്ല അല്ലേ? അതൊക്കെ എന്താണ്? വൈൽഡ് ആനിമൽ ആണ് അല്ലേ? അതൊക്കെ വൈൽഡ് ആനിമൽ ആണ്. കാട്ടിൽ ഉണ്ടാകുന്ന ആനിമൽസ് ആണ്. വൈൽഡ് ആനിമൽസ് ഈസ് ലിവ് ഇൻ ദ ജംഗിൾ അല്ലേ? ജംഗിളില് ഉണ്ടാകുന്ന ആനിമൽസിനെയാണ് വൈൽഡ് ആനിമൽ എന്ന് പറയാ. ബിയർ. നെക്സ്റ്റ് പിക്ചർ ഈസ് ലയൺ. അതെന്താണ്? രണ്ടാമത്തേത് ലയൺ ആണ് അല്ലേ? ലയൺ. That's a lion. Okay. Third one, giraffe, tiger, zebra, elephant, rhinoceros, monkey and leopard. അല്ലേ? ഇത്രയും ആനിമൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ വൈൽഡ് ആനിമൽസ് ആണ് എന്നാണ് പറയുന്നത് അല്ലേ? കാട്ടില് ഉണ്ടാകുന്ന, കാട്ടില് ജീവിക്കുന്ന ആനിമൽസ് ആണ്. കാട്ടിൽ ജീവിക്കുന്ന ആനിമൽസ് ആണ് ഇത്. ഇതിന്റെ ഒക്കെ പേരൊന്ന് വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കി ഭാവയാമി? വായിച്ചു നോക്കി മോളെ. ഓക്കെ. Lion, giraffe, tiger, zebra, elephant, rhinoceros, monkey, leopard. ഓക്കെ. ഭാവിക ഒന്ന് വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കി മോളെ. Bear, lion, giraffe, tiger, zebra, elephant, rhinoceros, monkey, leopard. ഓക്കെ. ബിയർ, ലയൺ, ജിറാഫ്, ടൈഗർ, സീബ്ര, എലഫന്റ്, റൈനോസേഴ്സ്, മങ്കി ആൻഡ് ലെപ്പേർഡ്. ഇതൊക്കെ കാട്ടിൽ ഉണ്ടാകുന്ന കുറേ ആനിമൽസ് ആണ് അല്ലേ? ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഏത് ആനിമലിനെയാണ്?
ഇഷ്ടാണോ വൈൽഡ് ആനിമൽസിനെ? യെസ് ഓർ നോ? യെസ് അല്ലേ. ഇഷാൻ ഇതിൽ ഏറ്റവും ഇഷ്ടം ഏത് അനിമലിനെയാണ് ഇഷാൻ? ലയൺ. ലയണിനെയാണല്ലേ ഇഷ്ടം. ഓക്കെ, ലയൺ എന്താണ്? ലയൺ ഭയങ്കര പവർഫുൾ ആണല്ലേ. ഭയങ്കര വൈൽഡ് ആനിമൽസിൽ ഏറ്റവും എന്താണ് എനർജറ്റിക് ആയിട്ടുള്ളത് ആരാണ്? ലയൺ ആണല്ലേ. ലയൺ. പിന്നെന്താണ്? പിന്നെ എന്തൊക്കെയുണ്ട്? ബിയർ ഉണ്ട്, അവിടെ ടൈഗർ ഉണ്ട്, സീബ്ര ഉണ്ട്, കുറെ ആനിമൽസ് ഉണ്ടല്ലേ. ഇതൊക്കെ അപ്പൊ കാട്ടില് ജീവിക്കുന്ന ആനിമൽസ് ആണ്. അപ്പൊ കാട്ടിൽ ഉണ്ടാകുന്ന ആനിമൽസിനെയാണ് വൈൽഡ് ആനിമൽ എന്ന് പറയാ. ആനിമൽസ് lives in the jungle is called wild animal. ഓക്കെ, കാട്ടിലുണ്ടാകുന്ന, കാട്ടിൽ തന്നെ ജീവിക്കുന്ന ഇതിനെയാണ് വൈൽഡ് ആനിമൽ എന്ന് പറയാ അല്ലെ. അപ്പൊ ഇത് നാട്ടിലോട്ട് വന്നിട്ട് മനുഷ്യന്മാരൊക്കെ കണ്ടാൽ എന്ത് ചെയ്യും? ലയണും ബിയറും ഒക്കെ എന്ത് ചെയ്യും? നമ്മളെ അറ്റാക്ക് ചെയ്യും അല്ലേ. അതുകൊണ്ടാണ് ഇത് എപ്പോഴും കാട്ടിൽ തന്നെ താമസിക്കുന്നത് അല്ലേ. ഓക്കെ, ഓക്കെ. അപ്പൊ അതിന് താഴെ എന്തുണ്ട്? വേറെയും കുറെ ആനിമൽസിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ മുകളിലുള്ള ഇത്രയും ആനിമൽസ് എന്താണ്? വൈൽഡ് ആനിമൽസ് ആണ്. ഇത് എവിടെയാണ്? എപ്പോഴും കാട്ടിൽ തന്നെയാണ് ജീവിക്കുക അല്ലെ. അപ്പൊ എപ്പോഴും കാട്ടിൽ താമസിക്കുന്ന ഇവരെയാണ് വൈൽഡ് ആനിമൽസ് എന്ന് പറയാം. ദെൻ അതിന്റെ താഴെ വി കീപ് സം ആനിമൽസ് ആസ് പെറ്റ്സ് അല്ലേ. നമ്മൾ കുറച്ച് ആനിമൽസിനെ എന്ത് ചെയ്യും? പെറ്റ് ആയിട്ട് വളർത്താറുണ്ട് അല്ലേ. പെറ്റ്സ്, അവർ പെറ്റ്സ് അല്ലേ. അങ്ങനത്തെ കുറെ ആനിമൽസ് ആണ് ഇവിടെ ഉള്ളത്. ഡോഗ്, റാബിറ്റ്, ക്യാറ്റ് ആൻഡ് ഫിഷ്. ഇതൊക്കെ എന്താണ്? പെറ്റ് ആനിമൽസ് ആണ്. വി കീപ് സം ആനിമൽസ് ആസ് പെറ്റ്സ് അല്ലേ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന, നമ്മൾ ഓമനിച്ച് വളർത്തുന്ന കുറെ സാധനങ്ങൾ ഉണ്ട് അല്ലേ. ഡോഗ്, റാബിറ്റ്, ക്യാറ്റ്, ഇതൊക്കെ ഉണ്ടോ എല്ലാവരുടെയും വീട്ടില്? ഉണ്ടോ? ക്യാറ്റ് ഒക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അല്ലെ. ക്യാറ്റ് ആൻഡ് ഡോഗ് ഉണ്ട് അല്ലേ. ഓക്കെ, പെറ്റ് ആനിമൽസിനെ ഇഷ്ടമാണോ എല്ലാവർക്കും? ഡു യു ഹാവ് എ പെറ്റ്? ഉണ്ടോ? ഉണ്ടാകാറുണ്ട് അല്ലേ. ആ, ലക്ഷ്മി അഭിലാഷിന്റെ വീട്ടില്, ഇഷാന്റെ അടുത്ത്, കുറെ പേരുടെ അടുത്ത് എന്തുണ്ട്? പെറ്റ് ആനിമൽസ് ഉണ്ട്. അപ്പോ ഡോഗ്, റാബിറ്റ്, ക്യാറ്റ് ഇതിനൊക്കെ നമ്മൾ എവിടെയാണ് വളർത്താറ്? നമ്മുടെ വീട്ടില് നമ്മൾ വളരെ ഓമനിച്ചിട്ടാണ് വളർത്താറല്ലേ. അതിനെയാണ് പെറ്റ് ആനിമൽ എന്ന് പറയാ. അപ്പോ ആനിമൽസ് lives in the jungle is called a wild animal. Some animals are our pets അല്ലേ. നമ്മുടെ പെറ്റ് ആയിട്ടുള്ള കുറച്ച് ആനിമൽസ് ഉണ്ട്, അതിനെ പെറ്റ് ആനിമൽ എന്ന് പറയും അല്ലേ. ഡോഗ്, റാബിറ്റ്, ക്യാറ്റ്, ഫിഷ് ഇതൊക്കെ എന്താണ്? പെറ്റ് ആനിമൽസ് ആണല്ലേ. ഓക്കെ, ദെൻ our animal friends എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ ഉണ്ട് അല്ലേ. Some animals are our friends. കുറെ ആനിമൽസ് എന്താണ്? നമ്മുടെ ഫ്രണ്ട്സ് ആണ്. നമ്മൾ വീട്ടില് വളർത്തുന്ന ആനിമൽസും ഉണ്ടല്ലേ. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് വൈൽഡ് ആനിമൽസിനെ കുറിച്ചാണ്. ആനിമൽസ് lives in the jungle is called wild animals. ഓക്കെ, കാട്ടിൽ ഉണ്ടാകുന്ന ആനിമൽസിനെയാണ് വൈൽഡ് ആനിമൽസ് എന്ന് പറയാം. നഹ്ല ഫാത്തിമ അൺമ്യൂട്ട് ചെയ്ത് മോളെ. ആ വൈൽഡ് ആനിമൽസിന്റെ പേരൊക്കെ ഒന്ന് വായിച്ചേ. Deer, lion, എന്താണ്? ഓക്കെ, അത് എന്തിന്റെ പിക്ചർ ആണ്? ജിറാഫ് അല്ലേ ഇത്? ജിറാഫ് ആൻഡ് giraffe, tiger, zebra, elephant, elephant and അതെന്താണ്? What is that? Rhinoceros,
rhinoceros, monkey, lion. monkey and last one എന്താണ്? Lion. That is lion. അപ്പൊ second one എന്താണ് മോളെ? Rhinoceros, monkey and leopard ആണത്. Okay, that is not lion. ഫസ്റ്റ് വൺ എന്താണുള്ളത്? കരടിന്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? കരടി ഒരു വൈൽഡ് ആനിമൽ ആണ് അല്ലേ? അർജുൻ രാജേഷ് മോൻ അവിടെ എന്ത് ചെയ്യുന്നു മോനെ? ശ്രദ്ധിക്ക്. ഓക്കെ, ഫസ്റ്റ് വൺ ബിയറിന്റെ പിക്ചർ ആണ് അല്ലേ? അതെന്താണ്? ഒരു കരടിയാണ് അല്ലേ? അപ്പൊ ബിയർ ഈസ് എ വൈൽഡ് ആനിമൽ. അതെന്താണ്? ഒരു വൈൽഡ് ആനിമൽ ആണ്. ദെൻ സെക്കൻഡ് വൺ ലയൺ ഉണ്ട് അല്ലേ? സിംഹം അല്ലേ? കാട്ടിലുണ്ടാവുന്ന ലയൺ. ഓക്കെ, then third one ജിറാഫ് അല്ലേ? ജിറാഫിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ജിറാഫിന്റെ കഴുത്ത് എന്താണ്? ഭയങ്കര നീളമുള്ളതാണല്ലേ? ഭയങ്കര നീളമുള്ള കഴുത്താണല്ലേ ജിറാഫിന് ഉണ്ടാവുക? പിക്ചറിൽ കണ്ടില്ലേ? ഭയങ്കര നീളമുള്ള കഴുത്താണ്. ഓക്കെ, then ടൈഗർ. ടൈഗർ ഉണ്ടല്ലേ? ടൈഗർ ആൻഡ് സീബ്ര. സീബ്രനെ കണ്ടോ? നിറച്ചും വരയുള്ള സീബ്ര ഉണ്ടല്ലേ? റോഡിലൊക്കെ ഇതുപോലെ സീബ്ര ക്രോസ് കാണാറുണ്ടോ? സീബ്രന്റെ വരയുള്ള. ദെൻ എലിഫന്റ്. എലിഫന്റ് എന്താണ്? ആന അല്ലേ? ആന ഉണ്ട്. ദെൻ റൈനോസർ. റൈനോസർ എന്ന് വെച്ചാൽ എന്താണ്? അറിയാമോ? റൈനോസർ കാണ്ടാമൃഗമാണ് അല്ലേ? കാണ്ടാമൃഗം റൈനോസർ. മങ്കി. മങ്കീനെ അറിയാലോ, കണ്ടിട്ടുണ്ടോ? ഓക്കെ, ദെൻ ലെപ്പേർഡ് അല്ലെ? പുള്ളിപ്പുലിയും ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? വൈൽഡ് ആനിമൽസ് ആണ്, കാട്ടില് ഉണ്ടാകുന്ന ആനിമൽസ് ആണ് ഇതൊക്കെ. ദെൻ we keep some animals as pet, our pet animals. Dog, rabbit, cat and fish. ഇതൊക്കെ എന്താണ്? നമ്മുടെ പെറ്റ് ആനിമൽസ് ആണ് അല്ലെ? നമ്മള് വീട്ടിൽ തന്നെ വളർത്തുന്ന ആനിമൽസും ആണ്. ഓക്കെ, മഹദിയ അൺമ്യൂട്ട് ചെയ്തേ മോളെ. ആനിമൽസിന്റെ ഒക്കെ പേരൊന്ന് വായിച്ചു മോളെ. വൈൽഡ് ആനിമൽസ് അൺമ്യൂട്ട് ചെയ്തേ. Deer, lion, giraffe, tiger, giraffe, elephant, dinosaur, monkey, ഇത് എങ്ങനെ? ഇത് ലാസ്റ്റ് വൺ leopard. Okay, leopard. okay, ഇതൊക്കെ എന്താണ്? വൈൽഡ് ആനിമൽസ് ആണല്ലേ? ധ്യാൻ ആനിമൽസിന്റെ പേരൊക്കെ ഒന്ന് വായിച്ചു മോനെ. ധ്യാൻ Deer, ബിയർ, lion, giraffe, tiger, zebra, leopard, dinosaur, monkey, leopard, dog, rabbit. ഓക്കെ. ഭവിക ഒന്ന് വായിച്ചു മോളെ. ഭവിക പറഞ്ഞു അല്ലേ? ഓക്കെ, ഗൗരി നന്ദ ഒന്ന് വായിച്ചു മോളെ. ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ മോളെ? ഉറക്കെ വായിക്കേ. Giraffe, tiger, zebra, elephant,
rhinoceros, monkey, leopard. Okay. Why do you make മുഹമ്മദ് സാദ് ഒന്ന് വായിച്ചേ മോനെ. അൺമ്യൂട്ട് ചെയ്ത് വായിച്ചേ. deer, lion, giraffe, tiger, zebra, elephant, dinosaur, monkey, leopard, dog, ഓക്കെ. ഷൻസ ഫാത്തിമ അൺമ്യൂട്ട് ചെയ്ത് മോളെ. ഇതൊന്ന് വായിച്ചേ എല്ലാ ആനിമൽസിന്റെ പേര്. വൈൽഡ് ആനിമൽസ്. ഓക്കെ. deer, lion, giraffe, tiger, zebra, elephant, dinosaur, monkey, leopard, cane. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മള് എന്താണ് ആദ്യം ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് പഠിച്ചു അല്ലേ. കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആനിമൽസിനെ കുറിച്ച് പഠിച്ചത്. അപ്പൊ എന്ത് ചെയ്യണം, ഈ ട്രാൻസ്പോർട്ടേഷനും ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കണം, അത് മറന്നു പോയരുത്. ഓക്കെ. അപ്പൊ ആദ്യം ട്രാൻസ്പോർട്ടേഷനിൽ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? ടീനു ആൻഡ് ഹിസ് ഫാദർ വോക്ക് ടു ദ പാർക്ക് അല്ലേ. ടീനുവും ഫാദറും എന്ത് ചെയ്തു? പാർക്കിലേക്ക് നടന്നു പോയി അല്ലേ. അപ്പൊ ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഓക്കെ. ഫാദർ റൈഡ്സ് ബൈസിക്കിൾ ടു ദ മാർക്കറ്റ്. അച്ഛൻ എന്താ ചെയ്തത്? സൈക്കിൾ ഓടിച്ചിട്ട് മാർക്കറ്റിലേക്ക് പോയി അല്ലേ. മദർ റൈഡ്സ് സ്കൂട്ടർ ടു വർക്ക്. അമ്മ ജോലിക്ക് പോയത് സ്കൂട്ടർ ഓടിച്ചിട്ട് ആണ്. Then father take the bus to his office. അച്ഛൻ ഓഫീസിൽ പോയത് ബസ്സിൽ കയറിയിട്ടാണ്. We go by car to the zoo. നമ്മള് സൂവിൽ പോയത് എങ്ങനെയാണ്? കാറിലാണ്. Then Uncle Hari flies by aeroplane to Japan. Uncle Hari എയ്റോപ്ലെയിനിലാണ് ജപ്പാനിലേക്ക് പോയത്. And we go by train to grandmother's village. ഗ്രാൻഡ്മദറിന്റെ വില്ലേജിലേക്ക് എങ്ങനെയാ പോയത്? ട്രെയിനിലാണ്. ഓൾഡ് മേരി ലവ്സ് ടു സെയിൽ ബൈ ഷിപ്പ്. ഇതാണ് ആന്റി ഷിപ്പില് പോകാനാണ് ഇഷ്ടം. ഓക്കെ. ദെൻ ആനിമൽ വേൾഡ് അല്ലേ. മറക്കരുത് അപ്പൊ ഈ വൈൽഡ് ആനിമൽസിന്റെ പേര്. മറന്നു പോവോ? ഏതൊക്കെയാണ് സമജ്ന വൈൽഡ് ആനിമൽസ്? സമജ്ന lion, giraffe, tiger, zebra, elephant, dinosaur, monkey, leopard. ഓക്കെ. വെരി ഗുഡ്. പാർവണ, വിച്ച് ആർ ദ വൈൽഡ് ആനിമൽസ്? ഏതൊക്കെയാണ് മോളെ വൈൽഡ് ആനിമൽസ്? Deer, lion, giraffe, tiger, zebra, elephant,
dinosaur, monkey, leopard. Okay. Okay, very good, പാർവണ. ക്രിസ്റ്റോ ജോൺ, ഏതൊക്കെയാണ് നമ്മുടെ പെറ്റ് ആനിമൽസ്? പെറ്റ് ആനിമൽസ്. Dog. Dog, rabbit, പൂച്ച, cat, fish. Okay, dog, rabbit, cat and fish. Okay. ഭവിക, ഇതൊക്കെയാണ് നമ്മുടെ പെറ്റ് ആനിമൽസ്. ഭവിക. Dog, rabbit, cat, fish. Okay. Ishan, which are our wild animals? Bear, lion, giraffe, tiger, zebra, elephant, rhinoceros, monkey, leopard. Okay. ലക്ഷ്മി അഭിലാഷ്, അൺമ്യൂട്ട് ചെയ്ത മോളെ. ഏതൊക്കെയാണ് നമ്മുടെ വൈൽഡ് ആനിമൽസ് ലക്ഷ്മി? Deer. Lion, giraffe, Tiger. zebra, elephant, rhinoceros, monkey, leopard. Okay, ബാക്കി text. Okay, very good. സർഗ, അൺമ്യൂട്ട് ചെയ്ത മോളെ. സർഗ. Lion, giraffe, tiger, zebra. Okay, very good. Okay, സർഗ. ആദൽ സിറിൽ, Thank you, miss. അൺമ്യൂട്ട് ചെയ്ത മോനെ. ആദൽ. Which are our pet animals? ഇതൊക്കെയാണ് നമ്മുടെ പെറ്റ് ആനിമൽസ്. Dog, rabbit, Okay. cat, fish. Okay. അപ്പൊ നമ്മുടെ വൈൽഡ് ആനിമൽസ് ഏതൊക്കെയാണ്? വൈൽഡ് ആനിമൽസ് ലിവ്സ് ഇൻ ദ ജംഗിൾ അല്ലെ. വൈൽഡ് ആനിമൽസ് എവിടെയാണ് ഉണ്ടാവുക? ജംഗിളിലാണ് ഉണ്ടാവുക അല്ലെ. ആൻഡ് നെക്സ്റ്റ് പേജിൽ എന്തുണ്ട്? അവർ ആനിമൽ ഫ്രണ്ട്സ് അല്ലെ. വീണ്ടും എന്തുണ്ട്? കുറെ ആനിമൽസിന്റെ പിക്ചർ ഉണ്ടല്ലേ തൊട്ടടുത്ത പേജിൽ. എന്തൊക്കെയാണ്? കുറെ ആനിമൽസ് ഉണ്ടല്ലേ. നമ്മളിപ്പോ വൈൽഡ് ആനിമൽസിനെ പഠിച്ചു, പെറ്റ് ആനിമൽസിനെയും പഠിച്ചു. എന്താണ് മോളെ? ആൻഡ്രോസ് ജിയോ എന്താണ്? അൺമ്യൂട്ട് ചെയ്ത് മോളെ. അൺമ്യൂട്ട് ചെയ്ത് മോളെ. എന്താണ് ആൻഡ്രോസ്? അനിയനായിട്ട് വഴക്കുണ്ടാക്കുവോ മിസ്സേ? അനിയനായിട്ട് വഴക്കുണ്ടാക്കുമെന്നോ ആൻഡ്രോസ്? ക്ലാസിന്റെ ഇടയിലാണോ വഴക്കുണ്ടാക്കുന്നത്? ഓക്കെ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പേജിൽ എന്തുണ്ട്? കുറെ ആനിമൽസിന്റെ പിക്ചേഴ്സ് ഉണ്ട് അല്ലേ. അതൊക്കെ എന്താണ്? സം ആനിമൽസ് ആർ അവർ ഫ്രണ്ട്സ് അല്ലേ. കുറച്ച് ആനിമൽസ് എന്താണ്? നമ്മുടെ ഫ്രണ്ട്സ് ആണ് അല്ലേ. അങ്ങനത്തെ കുറെ ആനിമൽസിന്റെ പിക്ചേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ എന്താണ്? നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന ആനിമൽസ് ആണ് അല്ലേ. ഫസ്റ്റ് എന്തുണ്ട്? കൗ, ബഫലോ ആൻഡ് ഗോട്ട്. ഇതുണ്ട്, കൗ ഉണ്ട്, ബഫലോ ഉണ്ട്, ഗോട്ട് ഉണ്ട് അല്ലെ. ഇതൊക്കെ എന്താണ്? നമ്മുടെ വീട്ടില് ഉണ്ടാകുന്ന ആനിമൽസ് ആണ്. ആൻഡ് ദേ ഗിവ് us മിൽക്ക് അല്ലെ. ഇതൊക്കെ നമുക്ക് എന്ത് തരാറുണ്ട്? പാല് തരാറുണ്ട് അല്ലെ. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ എന്ത് ചെയ്യണം? അതിനു മുമ്പ് ഏതൊക്കെയാണ് നമ്മുടെ വൈൽഡ് ആനിമൽസ്, ഏതൊക്കെയാണ് പെറ്റ് ആനിമൽസ് എന്നുള്ളത് എല്ലാവരും ക്ലിയർ ആയിട്ട് പഠിക്കണം അല്ലേ. വൈൽഡ് ആനിമൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാല് പറയാൻ വേണ്ടി പറ്റണം. അതുപോലെയാണ് പെറ്റ് ആനിമൽസും.
ഓക്കെ വൈൽഡ് ആനിമൽസ് ആൻഡ് പെറ്റ് ആനിമൽസ്. അപ്പൊ നന്നായിട്ട് അത് വായിച്ചു നോക്കണം. അതിന് മുമ്പഴത്തെ ട്രാൻസ്പോർട്ട് എന്നുള്ള പോർഷനും നന്നായിട്ട് വായിക്കണം അല്ലേ? ട്രാൻസ്പോർട്ടേഷനും വെഹിക്കിൾസിന്റെ ഒക്കെ പേര് നന്നായിട്ട് പഠിക്കണം. അത് കഴിഞ്ഞിട്ടാണ് ദ ആനിമൽ വേൾഡ്. അതില് വിച്ച് ആർ അവർ വൈൽഡ് ആനിമൽസ് ആൻഡ് അവർ പെറ്റ് ആനിമൽസ് അല്ലേ? ഇത് മുഴുവൻ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, നമ്മുടെ ടൈം ഏകദേശം കഴിയാറായി. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ, നമുക്ക് എന്നാലും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോഴേക്ക് എന്ത് ചെയ്യണം? അവർ ആനിമൽസ് ഫ്രണ്ട്സ് എന്നുള്ള പോർഷൻ നന്നായി നോക്കിയിട്ട് ഏതൊക്കെയാണ് ഈ ആനിമൽസ്, എന്തൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്നുള്ളത് നന്നായിട്ട് പഠിച്ചിട്ട് നോക്കിയിട്ട് വരണം. ഓക്കെ.